1 പത്രോസ് 4:1-2. 1 പത്രോസ് 4:1. അല്ല, ശരീരത്തിൽ പീഡനമേറ്റ യേശു ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. ശരീരത്തിൽ പീഡനമേറ്റവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ശരിക്കും നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവം നമുക്ക് രോഗങ്ങളൊക്കെ തരും. ഈ സഹനം തരും. ഈ സഹനം തരും നമ്മൾ വിശുദ്ധീകരിക്കാൻ വേണ്ടി. പലർക്കും അത് അറിഞ്ഞുകൂടും. അവിടെ നമ്മൾ പോയി മരുന്ന് മേടിക്കും. മരുന്ന് മേടിക്കണം, മരുന്ന് മേടിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. മരുന്നൊക്കെ മേടിച്ചു. പക്ഷേ സഹനം എന്നത് അതിൽ കൂടപ്പുറപ്പായിട്ട് വരുമ്പോൾ അത് കൃപയാണ്. സഹനം കൃപയാണ്. അതാണ് യെശയ്യാ 48:10 പറയുന്നുണ്ട്, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, സ്വർണ്ണം അഗ്നിയിലൂടെ എന്ന പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ ഞാൻ നിന്നെ ശോധന ചെയ്തു, അത് എനിക്ക് വേണ്ടി മാത്രം. കഷ്ടതയുടെ ചൂളയിൽ ഞാൻ നിന്നെ വിശുദ്ധീകരിക്കുന്നത്. ധ്യാനം കഴിയുമ്പോൾ നമുക്ക് സഹനം വരാണ്, പേടിക്കരുത്. കാരണം നിങ്ങൾക്ക് വെളിപാടിലേക്ക് വരാൻ പോകും. കാരണം നിങ്ങളെ വിശുദ്ധീകരിച്ചു തുടങ്ങിയാൽ രക്ഷപ്പെട്ടു. കാരണം വിശുദ്ധീകരിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഉടനെ സത്യം നിങ്ങൾക്ക് കാണാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും, ഈ രഹസ്യങ്ങൾ അറിയാൻ പറ്റും. അതാണ് ലൂക്ക 8:10 പറയും, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്, മറ്റുള്ളവർക്കായിട്ട് ഉപമകളിലൂടെ നൽകപ്പെടും. അവിടെ അതുകൊണ്ട് ഗോതമ്പ് നിലത്ത് വീണ് അഴിയുന്ന പോലെ അഴിയണം. നമ്മൾ അശുദ്ധിയൊക്കെ പോകണം, മദ്യപാനമൊക്കെ നിർത്തണം, പുകവലിയൊക്കെ നിർത്തണം. നമ്മൾ ഈ മൊബൈൽ ഫോണിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരണം. നമ്മൾ ഫോൺ വിളിച്ച് അത്യാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാം. തെറ്റായ കൂട്ടുകൾ, പൈശാചിക ശക്തികളുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടിയാൽ ഉറപ്പാണ് നമുക്ക് തകർച്ചകൾ കൂടിക്കൊണ്ടിരിക്കും. ബിസിനസ് മേഖലയൊക്കെ മുഴുവൻ ഈ സ്പിരിറ്റ് കയറി പിടിക്കും. കാരണം ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ പ്രോസസ് 3:5 വിഗ്രഹ ആരാധന തന്നെയായ ദ്രവ്യാസം. ഒരു വിഗ്രഹം തന്നെയാന്ന് പറഞ്ഞു പണം. ഈ പണത്തോടുള്ള ആർത്തി എന്നുള്ളത് പള്ളിയോടും സഭയോടും കുർബാനയെക്കാളും ഒക്കെ ബിസിനസ് സ്ഥാപനം, പണം, കാശ്, ഇതിനോടിങ്ങനെ ആരാധന വരുമ്പോൾ അതൊരു ഡിമോണിക് സ്പിരിറ്റാണ്. അത് ചതിക്കും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കും. ഭയങ്കരമായിട്ട് ചതിക്കുന്നത് ബന്ധനമാണ്. അടിക്കാ തലമുറ ബന്ധനത്തിൽ നിന്ന് ബന്ധനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇനി കൂടുതൽ ഇരട്ടിയായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ വചനം കേൾക്കുന്നവരായിട്ട് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. വചനം കേട്ടാൽ മാത്രമേ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുള്ളൂ. യോഹന്നാൻ 15:3 പറയും, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവർ. വിശുദ്ധി കിട്ടണമെങ്കിൽ വചനം കേട്ടുകൊണ്ടിരിക്കുക. 1 യോഹന്നാൻ 1:1 പറയുന്ന പോലെ, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കരങ്ങൾ കൊണ്ട് സ്പർശിച്ചതും ജീവനുള്ള വചനം. ആ വചനം സ്വീകരിക്കാൻ തയ്യാറാകും. But death could not keep you in the grave. And 3 days later, you were raised. Thank you, Lord. Your blood, it saved me. Thank you, Lord. On that day, such grace and love flowed, and your mercy